ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഗൗസുൽ ആദമിനെ കുറിച്ച് പറഞ്ഞത്, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, കാര്യലാഭം ഉദ്ദേശിക്കാതെ, സ്ഥാനമാനം ലക്ഷ്യം വെക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സമ്പാദിച്ച് അത് വിതരണം ചെയ്യാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചു ആ പണ്ഡിതന്മാർ. അത് പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ ഇൽമ് വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ പണ്ഡിതന്മാരെ സ്നേഹിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം. ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതന്റെ ഗീബത്ത് പറയുമ്പോ, ചീത്ത പറയുമ്പോ, തെറി പറയുമ്പോ സാധാരണക്കാർക്ക് പണ്ഡിതന്മാരെ കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി ആലിമീങ്ങളെ ഗീബത്ത് പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്. അതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ്. ഇനി സ്റ്റേജിൽ കയറണമെന്നില്ല, അതൊരു കടയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആലിമിന്റെ ഗീബത്ത് പറയുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കൽ പച്ച ഹറാമാണ്. മുസ്ലിമീങ്ങളെ, ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അല തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. ചിലപ്പോ ആലിമീങ്ങൾക്കിടയിൽ സംഘടനാ തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ഒരു ആലിമിനെയും ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, ഒരാലിമിനെയും നിന്ദിക്കാൻ പറ്റൂല. നേരെ മറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം എന്റെ സ്നേഹിതനില്ല, വേറൊരു പണ്ഡിതനാണ്, ഞാൻ വേണ്ടതെന്നറിയും. ഇസ്ലാമിന്റെ നിയമം ഞാൻ അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലായിട്ടില്ല, അല്ലെ ചർച്ച ചെയ്യാം എന്നല്ലാതെ സാധാരണക്കാരെ വിളിച്ചുകൂട്ടി മുസ്ലിമും അമുസ്ലിം പങ്കെടുക്കുന്ന സ്റ്റേജുകളിൽ ആളുകൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നിന്ദിക്കുന്നവർ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധികളാണ്, ദീനിനെ നശിപ്പിക്കുന്നവരാണ്. ഒന്നുകിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ദീനിനെ നശിപ്പിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നിങ്ങളാരും പെട്ടുപോകരുതെന്നും ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹത്തായ ഒരു മിമ്പറിൽ വെച്ച് ഒരു മനുഷ്യൻ, അഥവാ മദീനത്തെ മിമ്പറിൽ വെച്ച് ഇബ്നു മഖീറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മിമ്പറിന്റെ മുകളിൽ കയറിനെ കുറച്ച് വിവരം വേണ്ടേ, അതേ മിമ്പർമ കയറിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് ചതിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഉദ്യോഗത്തിലാക്കിയിട്ടുണ്ട്.